ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോ ഹോണ്ട ഗ്ലാമറാണ് വണ്ടി. നിലവിൽ നമുക്ക് അതിൻ്റെ വണ്ടിക്ക് പുകയുടെ കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. അത് പുകയായിട്ട് ഓയിൽ കയറി കത്തി പ്ലഗ് അടിച്ച് പോകുന്നതാണ് കംപ്ലൈൻറ്റ്. അതിൻ്റെ സൈലൻസറിൻ്റെ ബാക്കിലൊക്കെ നോക്കുമ്പോഴേ നമുക്ക് ഓയിൽ മയത്തോട് കൂടിയിട്ട് കരി പുറത്തേക്ക് വന്നതിനായിട്ട് കാണാനായിട്ട് പറ്റും. അതിനകത്ത് സ്വാഭാവികമായിട്ട് വന്ന കേസ് എന്ന് പറഞ്ഞാൽ സിലിണ്ടറിന് സ്ക്രാച്ചസ് വന്നിട്ട് ഓയിൽ ഈ ഫയറിങ് നടക്കുന്ന പോർഷനിലേക്ക് കയറി വരികയും അവിടെ കത്തി പുകയായിട്ട് സൈലൻസറിൽ കൂടെ പുറത്തേക്ക് വരാം. അപ്പോൾ അങ്ങനെ ശരിക്കും ആ ഭാഗത്തേക്ക് അധികമായിട്ട് അത് ഓയിൽ കയറി വരുന്ന സമയത്ത് പ്ലഗ് ഷോർട്ടായി പോകാൻ സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഇപ്പോൾ ഇത് ഓൾറെഡി പ്ലഗ് പോയിട്ട് പുതിയ പ്ലഗ് ഇട്ടുകൊണ്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് പ്ലഗ് അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ ഓയിൽ നല്ല രീതിയിൽ കത്തണ കംപ്ലയിൻ്റ് ഉണ്ട് വണ്ടിക്ക്. പിന്നെ ആക്സിലേറ്റർ കൊടുത്തൊന്ന് റൈസ് ആക്കുന്ന സമയത്തായാലും സൈലൻസറിൽ കൂടെ നല്ല രീതിയിൽ വെളുത്ത കളറിൽ പുക പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ സിലിണ്ടർ നല്ല രീതിയിൽ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. പിന്നെ വണ്ടി നമ്മൾ ഡീപ്പായിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ്റെ സൗണ്ടിൽ തന്നെ ചെറിയ വേരിയേഷൻസ് ഉണ്ട്. ഒരു മുഴക്ക സൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇതിൻ്റെ ഉള്ളിൽ വരാൻ സാധ്യതയുള്ളൊരു കംപ്ലൈൻറ്റ്, അതായത് പ്രത്യക്ഷത്തിൽ നമുക്ക് സിലിണ്ടർ പിസ്റ്റൺ ഡാമേജ് വന്നിട്ടുണ്ട്. അത് 100% ഉറപ്പായിട്ടുള്ളൊരു കേസാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ട്. അതിൻ്റെ ബെയറിങ് കണക്ടർ റോഡിൻ്റെ ബെയറിങ്ങിന് കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ മുഴക്ക സൗണ്ട് കാണിക്കുന്നുണ്ട്. അത് നമുക്കങ്ങനെ അതിൻ്റെ കംപ്ലയിൻറ്റ്സ് നമുക്ക് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്താ വെച്ചാൽ എഞ്ചിൻ്റെ സൗണ്ടിൽ വേരിയേഷൻസ് വരുമ്പോൾ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഒരു മുഴക്ക സൗണ്ടോട് കൂടിയിട്ടാണ് വരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ സെയിം കംപ്ലയിൻറ്റ് ഉണ്ടായ ഒരു വണ്ടിയുടെ ഒരു പാർട്സ് ജസ്റ്റ് കാണിച്ചു തരാം. അതിൻ്റെ ഡാമേജ് വന്ന ഭാഗങ്ങളുണ്ടോ. ഇതിപ്പോൾ സിലിണ്ടർ പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ ഈ രണ്ടായിട്ടാണ്. അതായത് ഇപ്പോൾ ഈ ഇരിക്കുന്ന സിലിണ്ടർ പിസ്റ്റണാണ് നമുക്ക് ഇവിടെ വരുന്ന സിലിണ്ടർ യൂണിറ്റ് ചെയ്ത് വന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തേക്ക് നല്ല രീതിയിൽ സ്ക്രാച്ചസ് വരുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഫേസിലേക്ക് ഓയിൽ കയറി വരികയും കത്തി ഓയിൽ ലെവൽ കുറഞ്ഞു പോകും. അതിനേക്കാളും ഒരു സൈലൻസറിൽ കൂടെ പുകയായിട്ട് പുറത്തേക്ക് വരികയും ചെയ്യും. കണക്ടർ റോഡ് എന്ന് പറഞ്ഞ യൂണിറ്റ് ഈ വന്നാണ് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കണക്ടർ റോഡ് എന്ന് പറഞ്ഞ യൂണിറ്റാണത്. ഇതിൻ്റെ ഉള്ളിൽ നീഡിൽ ബെയറിംഗ് ആണ്. അതിൻ്റെ ഒരു മിനിമം ഫ്രീ റിപ്ലൈ ഉണ്ടാവും. അത് കൂടുതലായിട്ട് ഇത് അതേപോലെ കൂടുതലായി വന്ന് തേമാനം വന്നിട്ട് സ്റ്റക്കായി പോയൊരു വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഡെമോ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മളത് ഏത് രീതിയിൽ ചെയ്താലും നിങ്ങൾക്ക് അത് ഉപകാരത്തിൽ വന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നിലവിൽ ഇതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ സൗണ്ട് കാണിക്കുന്നുണ്ട്, ആരംഭമാണ്. ഇപ്പോൾ നമ്മൾ ഈ പുകയുടെ പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ സിലിണ്ടർ പ്രശ്നമൊക്കെ മാറ്റി ഇപ്പോൾ ഈ ഭാഗത്തു നിന്ന് മാത്രം റിപ്പയർ ചെയ്തിട്ട് പ്രത്യേകിച്ച് ഉപകാരമില്ല. കാരണം ഇപ്പോഴത്തെ കംപ്ലയിൻറ്റ് നിങ്ങൾ മാറും. നേരെ മറിച്ച് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കംപ്ലയിൻറ്റ് തുടങ്ങിയേക്കണം. ഈ പറഞ്ഞ കണക്ടർ റോഡിന് എന്ന് കംപ്ലയിൻറ്റ്സ് കൂടുതലായിട്ട് വരുന്നു. അത് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് വരാം, ചിലപ്പോൾ 5-6 മാസത്തിനുള്ളിൽ വരാം, ചിലപ്പോൾ ഒരു കൊല്ലത്തിനുള്ളിൽ വരാം. എന്തായാലും കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് എത്രത്തോളം കിട്ടുമെന്നുള്ളത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. അങ്ങനെ കംപ്ലയിൻറ്റ് കൂടുതൽ വന്നാൽ നമ്മൾ ഈ ചെയ്യുന്ന ഈ സിലിണ്ടർ കാര്യങ്ങൾ മാറ്റി ചെയ്യുന്ന വർക്കെല്ലാം പാഴ്പണിയാണ്, എല്ലാം പോകും. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ കണക്ടർ റോഡിനാണ് ഈ പിസ്റ്റണൊക്കെ ബിൽഡ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വരാം. എപ്പോൾ ഈ സാധനം കംപ്ലയിൻറ്റ് വരുന്നു അപ്പോൾ സിലിണ്ടർ പിസ്റ്റൺ ഡാമേജിലേക്ക് പോകും. അപ്പോൾ ആലോചിച്ചിട്ട് തീരുമാനിക്കുക അതെങ്ങനെ ഏത് രീതിയിൽ ചെയ്യേണ്ടതെന്നുള്ള കേസ്. അപ്പോൾ അതിൻ്റെ ടോട്ടലായിട്ട് മൊത്തത്തിൽ നമുക്ക് ചെയ്യുമ്പോൾ എത്ര എസ്റ്റിമേറ്റ് വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിൽ ഇട്ടുതരാം. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം. ഇനി അതല്ല ഈ ഒരു കംപ്ലയിൻറ്റ് മാത്രം ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് രണ്ടും ഞാൻ വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിടാം. അപ്പോൾ ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് വെച്ചൊന്ന് കൃത്യമായിട്ട്